Hi girlies, welcome to my YouTube channel. Hope you guys are doing good. So Eid was just around the corner, so I thought of doing this makeup look, this makeup tutorial step by step. So let's get it in the video. Makeup in one, it's very important to do the skin prep. So ഞാൻ skin prep already ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെയ്ത products നിങ്ങൾക്ക് കാണിക്കാം. I just used this toner from Tony Moly. നിങ്ങൾക്ക് toner ഇല്ലെങ്കിൽ you can just use any rose water. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ യു ക്യാൻ അപ്ലൈ എ ലിപ് ബാം. കാരണം നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് ലിപ് ബാം വൈപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടതിന് അതിലൊരു കാര്യമില്ല. സോ യൂസ് എനി ലിപ് ബാം. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഈ ഒരു ലിപ് ബാം ആണ്. ഐ ഗോട്ട് ദിസ് ഫ്രം ദുബായ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ല. ഇറ്റ്സ് ഫ്രം വാസ്ലൈൻ. മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്തത് ഒരു റീക്വയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ മേക്കപ്പ് പ്രൈമർ. ഞാൻ മാഴ്സിൻ്റെ ഗ്രിപ്പിംഗ് പ്രൈമറാണ് എടുക്കുന്നത്. ഇതൊരു ഗ്ലോയി ഫിനിഷ് തരുന്ന ഒരു പ്രൈമറാണ്. ഐ ആം ഗോണ അപ്ലൈ എല്ലായിടത്തും. ഒരു ഗ്ലോയി ബേസ് നമുക്ക് കിട്ടി ഓൾറെഡി. ഐ ആം ഗോണ കളർ കറക്റ്റ് ഫസ്റ്റ്. ഞാൻ ലോറിയലിൻ്റെ കൺസീലറാണ് എടുക്കുന്നത് ഇൻ ദ ഷെയ്ഡ് നാച്ചുറൽ റോസ്. നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്ട്സ് ഒരുപാടായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടെക്സ്ചറിനൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. സോ എപ്പോഴും ടേക്ക് ദ പ്രോഡക്റ്റ് ഓൺ ബാക്ക് ഓഫ് യുവർ ഹാൻഡ് ആൻഡ് ടേക്ക് എ ബ്രഷ് ഓർ എനി ബ്യൂട്ടി ബ്ലെൻഡർ ദാറ്റ് യു ഹാവ്. ജസ്റ്റ് ഡാബ് ഡാബ് ഡാബ്. നമുക്ക് ഒരു സൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡ് വെച്ചിട്ടുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. സോ concealer ഇടുന്നതിന് മുന്നേ it's very important. Concealer or foundation, whatever you do, like whatever you apply, it's very important to color correct your face first. Otherwise your makeup will turn ashy. എത്ര പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ it's very weird. Okay, trust the process. ഈ ഒരു പ്രോഡക്റ്റ് വീഡിയോയിൽ ഇറ്റ്സ് ലുക്കിംഗ് ടു മച്ച് വൈറ്റ്, പക്ഷേ ഇതിൻ്റെ കളർ കറക്റ്റിംഗ് ഷെയ്ഡാണ്. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് ലുക്കിംഗ് വെരി വൈറ്റ് ഇൻ ദ വീഡിയോ. ആക്ച്വലി എനിക്ക് ഡാർക്കാണ്. ഇതേപോലെ ലെറ്റ്സ് ഡു ദിസ് സൈഡ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ട് തോന്നും, മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ഇനിയും ബ്ലെൻഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വി ഹാവ് ടു ബ്ലെൻഡ്, സോ ഡോണ്ട് പാനിക്. കുറച്ചും കൂടെ കവറേജ് വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് കളർ കറക്ഷൻ, ഒരു പീച്ച് കളർ കറക്റ്റിംഗ് കൺസീലർ ആൻഡ് അപ്ലൈ ഓൺ ടോപ്പ് ഓഫ് ദ പിമ്പിൾ ഓർ ആക്നെ മാർക്സ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കവറേജ് കിട്ടും. ഐ ആം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. എനിക്ക് ഇത്രയും മതി. ഐ ഡോണ്ട് ലൈക്ക് ലെയറിങ് ടു മച്ച് പ്രോഡക്ട്സ്. അതുകൊണ്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് കൺസീലർ ടു ഡു എവറി സിംഗിൾ thing. Don't forget to apply on your neck. It's very important, otherwise it will look weird. അതിൻ്റെ കൂടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ഞാനിപ്പോൾ ക്യാമറ കൈ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡിംഗ് ബ്രഷ് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ടേക്ക് യുവർ ബ്യൂട്ടി ബ്ലെൻഡർ ആൻഡ് ജസ്റ്റ് ബ്ലെൻഡ് ഇറ്റ്. ഇപ്പോൾ എക്സസ് ആയിട്ട് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഇങ്ങനെയുള്ള ആ ഗോസ്റ്റ് ലുക്കൊക്കെ ഒന്ന് മാറും. ഈ ഷേപ്പ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം, ബട്ട് യു ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. ലൈറ്റ് പോകും. നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ ഒരു കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലഷ് ഇടാം, എല്ലാ സ്റ്റഫും ചെയ്യാം. പിന്നെ ഞങ്ങൾക്കൊരു ബ്ലോഗ് ആയതുകൊണ്ട് ഐ എം ഗോണ അപ്ലൈ സീറം ഫൗണ്ടേഷൻ ടു. നമുക്ക് അൺഡ്രൈസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. Let's do a pink eyeshadow today. So ഞാൻ എടുക്കുന്നത് മാർസിൻ്റെ ഒരു പാലറ്റാണ്. സോ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ആൻഡ് ദിസ് റെഡ് ഷെയ്ഡ്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കിട്ടും. സോ ടേക്ക് ദിസ്, ജസ്റ്റ് ദിസ്, ആൻഡ് നമ്മുടെ അതിൻ്റെ ഇവിടുത്തെ പോർഷൻ കോർണറിൽ, ഈ ഒരു കോർണറിൽ ഐ എം ജസ്റ്റ് അപ്ലൈയിങ് ഇറ്റ്. സ്ലൈറ്റ്ലി ഇവിടെ ഇങ്ങനെ ടോപ്പിലൂടെ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന കോർണറിൽ അത്ര പിങ്ക് ആക്കിയിട്ടില്ല. ഇവിടെ മെസ്സി ആയാലും വി ക്യാൻ ക്ലീൻ ഇറ്റ് ലേറ്റർ വിത്ത് ദ കൺസീലർ. ദ സെയിം തിങ് ഐ എം ഗോണ അപ്ലൈ ഹിയർ. നമുക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് എടുക്കാം. ഈ പാലറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ജസ്റ്റ് ടേക്ക് എനി വൈറ്റ് ഷെയ്ഡ്. ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ഷെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൗഡർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് പൗഡർ. ഞാനും ബിഗിനിങ്ങിൽ ആദ്യം ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു, നിങ്ങൾക്ക് അതില്ല ഇതില്ലാന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുന്നത്. നമുക്ക് മെല്ലെ മെല്ലെയാണ് ഞാൻ അതിൽ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ഡു ദ ഓൾട്ടർനേറ്റീവ്. ഞാൻ പണ്ട് ബ്രഷ് ഇല്ലാത്തപ്പം ഐ ബ്ലെൻഡഡ് ദ ഐ ഷാഡോ വിത്ത് നമ്മുടെ കോട്ടൺ ബഡ്സ്, ഇയർ ബഡ്സ് അത് വെച്ചിട്ടായിരുന്നു. സോ നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോണ്ട് ബി സാഡ് ലൈക്ക് നിങ്ങൾക്ക് എല്ലാം ഇല്ലാന്ന് വിചാരിച്ചിട്ട്. സോ ഐ എം ഗോണ ടേക്ക് ദാറ്റ് വൈറ്റ് ഷെയ്ഡ് ആൻഡ് ഐ എം ഗോണ അപ്ലൈ ഇൻ ദ ഇന്നർ കോർണർ ഓഫ് മൈ ഐസ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി കമ്പയർ.
ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ ഇവരെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് ലൈക്ക് വി ആർ ക്ലീനിങ് ദ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഷാർപ്നെസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പോലെ. ആൻഡ് ദ സെയിം തിങ് ഇൻ ദ സെയിം വേ ഇവിടുത്തെ ഐസിലും ചെയ്യുക. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ നമ്മുടെ ഈ ഒരു പോർഷനിൽ ലൈക്ക് ഈ ഒരു ട്രാൻസിഷൻ പോലെയാണല്ലോ, അത് ലൈക്ക് ഈ ഒരു വൈറ്റും ഈ ഒരു പിങ്കും ബ്ലെൻഡ് ആവുന്ന ആ ഒരു സ്ഥലത്ത് വി ആർ ഗോണ ആഡ് സം ഷിമ്മർ. ഞാൻ ഈ ഒരു പിങ്ക് ഷിമ്മറാണ് എടുക്കുന്നത്, ലൈറ്റ് പിങ്ക് ഷിമ്മർ. അത് അപ്ലൈ ജസ്റ്റ് പ്ലേസ് ഇറ്റ് ഹിയർ ഇൻ ദ സെൻറ്റർ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ആ ഒരു പാലറ്റിലുള്ള ഷെയ്ഡ്സ്. അത് ഒരു ബ്രോൺസ് പീച്ച് ഷെയ്ഡിൽ വരുന്ന പാലറ്റ് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് വൈറ്റ് ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ ഷിമറി ഷെയ്ഡ് ഇവിടെ ഇതിൻ്റെ ലൈക്ക് ട്രാൻസിഷൻ ആയിട്ട്. അതേപോലെ ബേസ് നിങ്ങൾക്ക് പീച്ച് കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ വെച്ചിട്ടും ഇതേ ഒരു സംഭവം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലുള്ള ബ്ലാക്ക് ഷെയ്ഡ് ഞാൻ താഴെ വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ വീണു, അപ്പോൾ ഇത് പോയി. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ബ്രൗൺ ഷെയ്ഡ് ഒരു ആംഗുലർ ബ്രഷിൽ. ആൻഡ് ഇത് ആംഗുലർ ബ്രഷ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ബ്രഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കോട്ടൺ ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ദാറ്റ് ഓൾസോ. ഇത് നിങ്ങൾ മെസ്സി ആയിട്ട് അപ്ലൈ ചെയ്താലും പ്രശ്നമില്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു ബ്ലെൻഡ് ഇറ്റ്. ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാനിപ്പോൾ മെസ്സി ആയിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ട് ഈ ഒരു മെസ്സി ആയിട്ട് ഞാനിപ്പോൾ ചെയ്ത ഈ സംഭവം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിങ്ക് കളറും കൂടി ഇതേപോലെ ചെയ്തിട്ട് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സ്മോക്കി കിട്ടും. പക്ഷേ എനിക്ക് ഇത്രയും മതി. സോ നെക്സ്റ്റ് ജസ്റ്റ് ആക്ച്വലി നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഷിമ്മർ ഇടുന്നത്, ഞാനത് മറന്നുപോയതുകൊണ്ട് ആണ് ഇത് മുന്നിട്ടത്. ആ ഒരു ഹാർഷ് ലൈൻ ഒക്കെ പോയിട്ട് ഒരു ഷാഡോ എന്ന് പറയില്ലേ. എനിക്കിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഐലൈനർ ഇടുന്നില്ല, മസ്കാരയാണ് ഇടുന്നത്. സോ ആ ഒരു ഐസിന് കുറച്ചും കൂടി ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ആൻഡ് അഗെയിൻ നമ്മൾ ഇതിലുള്ള ഒരു വൈറ്റ് കളർ ഗ്ലിറ്റർ എടുക്കാൻ പോവാണ്. ആൻഡ് പ്ലേസ് ഇറ്റ് ഹിയർ. ഓക്കെ, ആൻഡ് ഹിയർ കുറച്ച് ഇവിടെ താഴെ സിറം ഫൗണ്ടേഷൻ. സോ ഞാൻ ഈ ഒരു സിറം ഫൗണ്ടേഷൻ ലോറിയൽ സിറം ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത്. ചാർജ് ഇപ്പോൾ തീരും. സോ ഞാൻ കുറച്ച് ഹറിബറിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് മതി, കാരണം ഓൾറെഡി നല്ല രീതിക്കുള്ള ബേസ് ഉണ്ട്. സോ കുറച്ച് ഡ്രോപ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. എനിക്ക് കുറച്ച് കഴുത്തിലും this is a glow. The serum foundation is really nice. So this is our base. Just blend it more with your brush or the beauty blender. Highlighting concealer. So നമ്മൾ അത്ര ഗ്രേഷ് ആവില്ല, കുറച്ച് ബ്രൈറ്റൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. കുറച്ച് മതി, ബിക്കോസ് ഇത് നല്ല രീതിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ബ്യൂട്ടിയാണ്. യു ക്യാൻ ഗോ വിത്ത് ദ സെയിം ബ്രാൻഡ് യു ഡിഡ് ദ കളർ കളക്ഷൻ വിത്ത്. ലൈക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ വേണമെന്നൊന്നുമില്ല, കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. സെറ്റ് ചെയ്ത സെയിം പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു ഉബേ പൗഡറാണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പിങ്ക് ടോൺ ഉണ്ട്, അപ്പോൾ അത് കുറച്ച് നമ്മുടെ അൺഡ്രൈസ് കുറച്ച് ബ്രൈറ്റൻ ആക്കും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ് പൗഡർ പഫ് ഇസ് മാൻഡേറ്ററി. ആൻഡ് ടേക്ക് പൗഡർ ബ്രഷ് എക്സസ് ആയിട്ടുള്ളത് ലെറ്റ്സ് ജസ്റ്റ് റിമൂവ്. പാലറ്റിന് തന്നെയാണ് ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡാണ്. ഐ ഹാവ് ബീൻ യൂസിങ് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷ്, പക്ഷേ അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. അപ്പോൾ പൗഡർ ബ്ലഷ് ആണ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുക. നിങ്ങൾ ലിക്വിഡ് ബ്ലഷ് യൂസ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ടോപ്പ് ഇറ്റ് വിത്ത് പൗഡർ ബ്ലഷ്, അപ്പോൾ നിങ്ങൾ ബ്ലഷ് കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ വിത്ത് പൗഡർ ബ്ലഷ്. നിങ്ങൾക്ക് ഈ ഐ ഷാഡോ വാങ്ങിക്കണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ബൈ ദിസ് ഐ ഷാഡോ, കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ബ്ലഷ് ഉണ്ട്, അല്ലെങ്കിൽ ഐ ഷാഡോ ഉണ്ട്, പിന്നെ ഇതിലൊരു കോമ്പാക്ട് ക്വാളിറ്റി ഷെയ്ഡും വരുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ അത് എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ആവുന്നത്. ഇഫ് യു ആർ ഹാവിങ് എ ഡീസെന്റ് ലൈക്ക് ഫെയർ മീഡിയം സ്കിൻ ടോൺ, ദെൻ നിങ്ങൾക്കത് വാങ്ങിക്കാം. ഞാൻ ഈ ഒരു അപ്പർ ചിക്ക് ബോണിലാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ്ലി ഒന്നും നിങ്ങൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ എന്ത് പൗഡർ ആയിക്കോട്ടെ ബ്ലഷ് ആയിക്കോട്ടെ എന്ത് നിങ്ങൾ എടുക്കണം, ജസ്റ്റ് ഐ ഷാഡോ ആയിക്കോട്ടെ, ജസ്റ്റ് നിങ്ങളുടെ ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ഡസ്റ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈമിൽ ഇങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ട് ആക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ളത് പോകും. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ വി ആർ ഡൺ വിത്ത് ദ ബ്ലഷ്. ഇതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ നോസിലും ഇതേപോലെ ചിന്നിലും വേണമെങ്കിൽ കുറച്ച് ഇവിടെ ഫോർഹെഡിലും അപ്ലൈ ചെയ്യാം. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ സ്റ്റെപ്പാണ് ബ്രോൺസിങ്. ഇത് ആക്ച്വലി ഒരു ബ്രോൺസറാണ്. ഞാൻ ഒരു കോണ്ടൂർ പോലെയാണ് യൂസ് ആക്കാറ്. കോണ്ടൂർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഗ്രേഷ് ആണ്, അതേപോലെ ബ്രോൺസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വാമാണ്. നമ്മൾ ടാൻ അടിച്ച പോലെ ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോൺസർ യൂസ് ചെയ്യുക. കോണ്ടൂർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചിസിൽ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് സംടൈംസ് ബ്രോൺസർ ക്യാൻ ആക്ട് ആസ് എ കോണ്ടൂർ. ലൈക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് ഷാഡോ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ ഒരു ഷാർപ്പ് ലുക്കിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഐ എം യൂസിങ് ഇറ്റ് ആസ് എ കോണ്ടൂർ. ഞാനിവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷാഡോ, ദെൻ ലിപ്സ്റ്റിക്, ദെൻ വി ആർ ഡൺ.
സോ ഞാൻ എടുക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു 5D ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരാണ്. ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ്. ഐ ഡോണ്ട് ഹാവ് ഗുഡ് ലാഷസ്. എൻ്റെ ലാഷസ് വിസിബിൾ പോലും അല്ല. ബട്ട് ഞാനൊരു ഫേക്ക് ലാഷ് വെച്ച ആ ഒരു ഐ ഷോ യു ദ ഡിഫറൻസ്. ഓക്കെ, ഞാൻ ഇവിടെ ഇട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് കോട്ടാണ് ഞാൻ ഇട്ടത്. കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കോട്ടോടെ ഇട്ട് നമുക്ക് കാണിക്കാം. Can you see the difference? ഈ ഐസ് കുറച്ചുകൂടെ വലുതായില്ലേ? ഞാൻ 2 ഐസും ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു പെൻസിൽ ബ്രഷ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. മാർസിൻ്റെ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ലൈനറാണ്. ഇത് കുറച്ചൊരു മെറൂൺ ടൈപ്പാണ്, ഒരു ചെറി റെഡ് ഷെയ്ഡാണ്. യു ക്യാൻ ടേക്ക് എനി ഡാർക്ക് ബ്രൗൺ ഓർ okay. Okay, and this is from Prosh Beauty Drama Mama എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എനി പിങ്ക് ഷെയ്ഡ് ദാറ്റ് യു ഹാവ്. ഞാനിപ്പോൾ ടോട്ടൽ ഒരു പിങ്കിഷ് ലുക്കിലുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങളിവിടെ പീച്ച് കളറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് പീച്ച് ബ്ലഷ്, പീച്ച് ഐ ഷാഡോ ആൻഡ് പീച്ച് ലിപ്സ്റ്റിക്. ഇവിടെ സെൻറ്ററിൽ മാത്രം ഐ ഗോണ അപ്ലൈ ലൈക്ക് ഞാൻ ഇവിടെ സെൻറ്ററിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിപ് ഗ്ലോസിനെ വെച്ചിട്ട് പെയർ ചെയ്യാം. ഞാൻ എപ്പോഴും ഗ്ലോസി ലിപ്സാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും, എൻ്റെ റിയൽ ലൈഫ് ലിപ്പ്. സോ ഐ എം going with matte lips today. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് മേക്കപ്പ് ഇരിക്കുന്നത്. സെറ്റിംഗ് സ്പ്രേ ഒഴിച്ച് ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഗ്ലോ ആവും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്ലോ വേണമെങ്കിൽ യു ക്യാൻ യൂസ് ഹൈലൈറ്റർ ലൈക്ക് ദിസ് ഇസ് ഫ്രം കെ ബ്യൂട്ടി. പക്ഷേ ഞാൻ ഇപ്പോൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ്. ഞാൻ ഈ ഒരു ഡിയാൽബ അടിച്ചു കൊടുത്താണ് ഫോർ ദ ഹൈഡ്രേഷൻ, ബിക്കോസ് ഐ ഹാവ് വെരി ഡ്രൈ സ്കിൻ. സോ ഞാനത് അടിച്ചു കൊടുത്തു. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ലെയർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് ചെയ്യുന്ന സമയം, അല്ലാതെ നോർമൽ കുറച്ച് മേക്കപ്പ് ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി വെയർ വാട്ട് സൺസ്ക്രീൻ. ഇത് മൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ മിസ്റ്റ് ആണ്. അപ്പം ഇത് ആക്ച്വലി നമ്മൾ അപ്ലൈ കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോ കിട്ടും. ആൻഡ് ഐ എം യൂസിങ് ദിസ് മെബ്ലൈൻ ഫിറ്റ് മീ സെറ്റിംഗ് സ്പ്രേ. അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. യു ക്യാൻ സീ ദ ഗ്ലോ. പക്ഷേ ഇത് ഇപ്പം മാത്രമേ ഗ്ലോ ഉണ്ടാവുള്ളൂ. ഒരു കുറച്ച് നേരം ഒരു 1 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലോ പോകും. I'm gonna wear this sunscreen. It actually നമുക്ക് നല്ല രീതിക്ക് ഗ്ലോ തരും. You don't really have to wear this one for getting that dewy look. You can go with any dewy setting powder or any highlighter. ഞാൻ ഹൈലൈറ്റർ ഇടുന്നില്ല, കാരണം ഹൈലൈറ്ററിനെക്കാളും നാച്ചുറലി ഡ്യൂയി ലുക്കാണ് ഈ ഒരു ഇപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. സോ ഐ എം നോട്ട് ഗോണ wear any highlighter today. Okay, so നമ്മുടെ step by step makeup tutorial is finished. So this is how the makeup looks.